നമ്മളെ സാധാരണ ബീഫ് അച്ചാറിടുമ്പം കട്ട് ചെയ്ത് ഇങ്ങനെ ഇതുണ്ടോ ഇതുപോലെ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇത്തിരി മുളക് പൊടിയൊക്കെ തേച്ച് കുക്കറിനകത്തിട്ട് വേവിച്ചിട്ട് വറുത്തെടുക്കുക ചെയ്യുന്നത് അച്ചാറിന് കേട്ടോ. എല്ലാവരും അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം വറുത്ത് കഴിയുമ്പം നല്ല ക്രിസ്പി ആയിട്ട് വരും. അതിൻ്റെ ഈ വാട്ടർ കണ്ടന്റ് അങ്ങ് പോകുക എന്നുള്ള കേട്ടോ. അപ്പം നമുക്കപ്പോൾ അതിൻ്റെ ഒത്തിരി ഓയിലും ഒക്കെ വരുമല്ലോ. അപ്പം നമുക്ക് അതിൽ എണ്ണ കുറച്ച് ഇത് വറക്കാണ്ട് നമുക്ക് കുറച്ച് കൂടുതൽ നാൾ നിൽക്കാൻ കണക്കിന് നമുക്കൊരു അച്ചാറുണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പം നല്ല ടേസ്റ്റാണ്. അപ്പം ഓയിൽ കുറച്ച് മതി. ഓയിൽ എന്ന് പറഞ്ഞാൽ നല്ലെണ്ണ അത് കുറച്ച് മതി. അപ്പം നമുക്കിത് എങ്ങനെയാണെന്ന് ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. ഇതിപ്പം ഞാൻ ഇത്തിരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് വേവിച്ച് അതിൻ്റെ വെള്ളം പറ്റിച്ചെടുത്തേക്കുന്ന കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് മിക്സിക്കകത്തുനിന്ന് ഒരു 2 കറക്ക് കറക്കുമ്പം ശരിക്കും അങ്ങ് ഫൈനായിട്ട് പൊടിയണ്ട, ചെറുതായിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തോണ്ട് വരാം കേട്ടോ. ഇത് കണ്ടോ, തീരെ പൊടിയല്ല, അല്ലാതെ ഒരു 2-3 കറക്ക് ഒന്ന് കറക്കിയാൽ മതി കേട്ടോ. ഈ ഒരു പരുവത്തിൽ നമ്മൾ എടുത്താൽ മതിയേ. അപ്പോൾ ഇറച്ചി വെന്ത് കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് ഇത്തിരി വെള്ളം ഉണ്ടാവും. അന്നേരം അതിൻ്റെ അകത്ത് തന്നെ വെച്ചങ്ങ് പറ്റിച്ചേക്കണം കേട്ടോ. അപ്പം ഇച്ചിരി തോർന്ന് കഴിയുമ്പോൾ നമുക്ക് മിക്സിക്കകത്തിട്ട് ഇങ്ങനെ അടിച്ചെടുക്കാം കേട്ടോ. നമ്മൾ പാൻ ചൂടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ അകത്തോട്ട് ഒരല്പം ഉലുവയും കടുകൂടെ നമ്മൾ ഇതിൻ്റെ അകത്ത് മസാലയായിട്ട് ചേർക്കുന്ന ഇതാണ്. ഇത് എണ്ണ ഒഴിക്കാതെ ഒന്ന് ചൂടാക്കി നമുക്ക് കോരിയെടുക്കുവാണ്. ഇത് പതിയെ പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട്. അപ്പം തീ ഒന്ന് ചെറുതാക്കിയിട്ട് നമ്മൾ ഈ ഇടികല്ലിലേക്ക് ഇട്ടേക്കും കേട്ടോ, പൊടിക്കാനായിട്ട്. അപ്പം ഇതിൻ്റെ അകത്ത് തന്നെ നമ്മൾ എണ്ണ ഒഴിക്കുക കേട്ടോ. ഇതിൻ്റെ അകത്ത് നമ്മൾ ഇത്തിരി ഉലുവയും ഇത്തിരി കടുക് ഇട്ട് പൊട്ടിക്കുന്നേ. അതിൻ്റെ അകത്തേക്ക് നമ്മളിത് വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി ഇത്യാദി സാധനങ്ങൾ നമ്മൾ എടുത്തിടുക കേട്ടോ. പിന്നെ കറിവേപ്പില. വെളുത്തുള്ളി നമുക്ക് കൂട്ടുകയോ കുറയ്ക്കോ എന്നാന്ന് വെച്ചാൽ ചെയ്യാം കേട്ടോ. അതല്ല, ഇപ്പം വരുന്ന വെളുത്തുള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ മേടിക്കുന്ന കടയിലുണ്ട്. ഞങ്ങളുടെ അടുത്ത് മിക്കുള്ള അടുത്തും അത് ഈ ചൈനീസ് വെളുത്തുള്ളി എന്ന് പറഞ്ഞ് വലിയ വെളുത്തുള്ളിയാണ്. ഈ നല്ല നാടൻ വരുന്നുമില്ല എന്നുള്ളതാണ്. എന്നാൽ അവർ എല്ലാത്തിൻ്റെയും വില ഇപ്പം ഒരേപോലെയാണ് അവർ മേടിക്കുന്നത്. ഞാൻ മേടിച്ചപ്പോൾ കിലോ 360 രൂപ വില. അപ്പോൾ വെളുത്തുള്ളി ഞാൻ എന്നിട്ട് ഇത് 2 ആക്കി ഇട്ടേക്കുന്നത്. ഇതിൽ 4 or 5 ഒക്കെ ആയിട്ട് ചെറുതായിട്ടൊക്കെ മുറുക്കാം കേട്ടോ. ഇത് ജസ്റ്റ് ഒന്ന് വാടി കഴിയുമ്പം നമ്മൾ ഇറച്ചിൻ്റെ അകത്തോട്ട് ഇടുവാണ്. ഇതിങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഉള്ളൊരു പ്രത്യേകത അറിയാവോ? ഇതിന് നമ്മളിങ്ങനെ ഓരോ ബൈറ്റല്ല, ബൈറ്റ് എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, നമ്മളിങ്ങനെ ഓരോ തോണ്ടിങ്ങനെ എടുക്കുമല്ലോ കഴിക്കാനായിട്ട്, ഓരോ നുള്ള് അല്ലെ ഒന്നിങ്ങനെ തോണ്ടി എടുക്കില്ല. അതിൽ എല്ലാത്തിലും ഈവനായിട്ട് ഇതിൻ്റെ ടേസ്റ്റ് എല്ലാം ഒരേപോലെ ആയിരിക്കും കേട്ടോ. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ കല്ല് പോലെ ഇരിക്കത്തില്ലല്ലോ, നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇതിങ്ങനെ ഒരു 5 മിനിറ്റ് വേണ്ട, ഇങ്ങനെ ഇട്ടൊന്ന് വരട്ടി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിൻ്റെ ഈ ജലാംശം അങ്ങ് പൊക്കോളൂ കേട്ടോ.
ഞാനിതിൻ്റെ ജലാംശം അങ്ങ് പറ്റിക്കാം കേട്ടോ. നമ്മൾ ഇതിൻ്റെ അകത്തോട്ടെ 5-8 കുരുമുളക് പൊടി, ഒരു 1/2 സ്പൂൺ കാണും കേട്ടോ, കുരുമുളക് പൊടി ഇട്ട് അങ്ങ് പൊടിക്കുക കേട്ടോ. ഇപ്പം നമ്മളിത് പൊടിച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിൻ്റെ അകത്തോട്ട് അങ്ങ് ഇടുക കേട്ടോ. ലാസ്റ്റൊന്നും അല്ല ഇടുന്നത്, നമ്മൾ അതിൻ്റെ അകത്തോട്ട് ചേർത്ത് കൊടുക്കും കേട്ടോ. ഇതിൻ്റെ അകത്ത് ജലാംശമൊക്കെ അങ്ങ് പറ്റി കേട്ടോ, ചെറിയ ആയിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ടേ. അപ്പോൾ ഇനി ഇതിൻ്റെ അകത്തോട്ട് ഞാൻ ആ പൊടിച്ച് വെച്ച മസാല ചേർക്കാൻ പോകണേ. നമ്മൾ ഇനി ഇതിൻ്റെ അകത്തെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നു. പൊടി ഇത് കാശ്മീരി ചില്ലിയാണ്. നല്ല കളറും കിട്ടും, എരിവും കുറവായിരിക്കും. ഇത് ഇതിൻ്റെ അകത്ത് ഒന്ന് കിടന്ന് നോക്കട്ടെ കേട്ടോ. ഒരല്പം കായപ്പൊടിയും കൂടി ഇടുന്നുണ്ട്, കുറച്ച്. അപ്പോൾ എന്നിട്ട് ലാസ്റ്റ് ഇത് വാങ്ങാൻ നേരം കുറച്ചുകൂടി ഇട്ടാൽ മതി. ഇപ്പോൾ ഒരു നുള്ള ഇടുന്നുള്ള. ഇതൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ആവശ്യത്തിന് വിനീഗർ ഒഴിക്കുക കേട്ടോ. നമ്മൾ ഈ പ്രിസർവേറ്റീവ്സ് എന്തെങ്കിലും ചേർക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വെള്ളം ഒഴിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പം നമ്മൾ ഇതിൻ്റെ അകത്ത് വെള്ളം ഒഴിക്കുന്നില്ല. നമ്മുടെ ഈ വിനീഗർ എന്ന് പറഞ്ഞ സാധനം ഇത് നാച്ചുറലായിട്ടുള്ള പ്രിസർവേറ്റീവ്സാണ് കേട്ടോ. അല്ലാത്ത സാധനങ്ങളാണ് ഈ കെമിക്കൽ അടങ്ങിയത്. നമ്മൾ ഈ ബിസിനസ്സുകാരൊക്കെ ഇടുന്നത് കേട്ടോ, കച്ചവടത്തിനൊക്കെ ആയിട്ട് ഇടുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ വിനീഗറിൽ കിടന്ന് ഇതിങ്ങനെ മൂത്ത് പറ്റിച്ച് എടുക്കാം കേട്ടോ. നമുക്ക് ഈ എരിവും പുളിയും എല്ലാം കൂടെ അല്ലേ, അപ്പോൾ ഇതൊന്ന് ബാലൻസ് ചെയ്യാനായിട്ട് നമ്മൾ ഒരല്പം ശർക്കര ചീകിടും, ഇല്ലെങ്കിൽ പഞ്ചസാര ഇട്ടാലും മതി കേട്ടോ. നമ്മൾ ഇറച്ചി വേവിച്ചപ്പോൾ ഉപ്പിട്ടായിരുന്നു, അപ്പം ഒരിത്തിരി ഉപ്പോടി ഇട്ടാൽ മതി കേട്ടോ, വളരെ കുറച്ച്. ഇത് നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളിനി ഒരല്പം കായപ്പൊടി, ഈ പറഞ്ഞ മേമ്പൊടിക്ക് ചേർക്കാന്ന് പറയില്ലേ എന്ന് പറഞ്ഞ പോലെ, അപ്പം നമ്മുടെ അച്ചാർ റെഡിയായി കേട്ടോ. ഡെയിലി ഈ അച്ചാർ കൂട്ടുവാണെങ്കിൽ ഇതതിന് ഫ്രിഡ്ജ് വെക്കേണ്ട കേസില്ല കേട്ടോ. ഇല്ലെങ്കിൽ ഒരു 1-1.5 മാസം കഴിഞ്ഞ് കഴിയുമ്പോൾ ഫ്രിഡ്ജിലെടുത്ത് വെക്കേണ്ടി വരും. കാരണം ഇത് വറക്കാത്തതല്ലേ. പക്ഷെ വെള്ളം മുഴുവൻ കളഞ്ഞു നമ്മൾ ശരിയാക്കി എടുത്താണ്. അപ്പോൾ നമുക്കിതെങ്ങനെയുണ്ടെന്ന് നോക്കാം കേട്ടോ. നമ്മളിപ്പോൾ ഏത് അച്ചാറാണേലും ഉണ്ടല്ലോ, ഏത് പാത്രത്തിൽ വെച്ചുണ്ടാക്കിയാലും അത് അതിൻ്റെ അകത്ത് വെച്ചോണ്ടിരിക്കരുത് കേട്ടോ. അത് അലുമിനിയം ആയാലും നോൺ സ്റ്റിക്ക് ആയാലും ഇരുമ്പായാലും തുരുമ്പായാലും എന്തായാലും ഇതിൻ്റെ ഒന്നുകിൽ ഒരു സ്റ്റീൽ പാത്രത്തിലേക്ക് മാറ്റണം, ഇല്ലെങ്കിൽ ഒരു ഗ്ലാസ് പാത്രത്തിലേക്ക് മാറ്റണം കേട്ടോ. അപ്പം ഞാൻ ഒരിത്തിരി ചോറിട്ട് നമുക്കൊന്ന് കഴിക്കാം കേട്ടോ. ഞാൻ ഈ പുറത്തോട്ട് പോകുന്ന പിള്ളേരുണ്ടല്ലോ പഠിക്കാനായിട്ട്, അവർക്ക് അച്ചാറിട്ട് കൊടുക്കും കേട്ടോ. പക്ഷെ ഇതുപോലെയല്ല, കഷ്ണമായിട്ട് കേട്ടോ. അപ്പം ഇങ്ങനെ പിള്ളേരല്ലേ, അവരൊക്കെ ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കാൻ ഓർക്കണമെന്ന് നിർബന്ധമില്ല കേട്ടോ. അപ്പോൾ ദേ നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം കേട്ടോ. ദേ ആഹാ, ചട്ടിക്കും ചൂടാണ്, അതാണ് ഈ പാടുപെടുന്നത്. ഇത് കണ്ട, നമുക്കിത് നോക്കാം കേട്ടോ. കഴിച്ച
എന്തായാലും ഈ അച്ചാർ കൂട്ടി കഴിയുമ്പോൾ പറയും ഇത് അടിപൊളി അച്ചാറാണ്, 100% പറയും. അതായത് നമ്മൾ ചുമ്മാ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി കേട്ടോ, ഇത് പറയണ ശരിയായിരിക്കും എന്ന്. അപ്പം നിങ്ങളൊന്ന് ആലോചിക്കുക, ഈ കഷ്ണം വറുത്ത് അതിൻ്റെലേക്ക് പിടിക്കുന്നേക്കാളും കൂടുതലായിട്ട് ഇതിൻ്റെ ഓരോ ഇതിലും പൊടിച്ചെടുത്തോണ്ട് പിടിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ടേസ്റ്റ് മുഴുവൻ അതിന് ഈ അച്ചാറിൽ മൊത്തമായിട്ട് വരുന്നുമുണ്ട്. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചേക്കാളും നല്ല അസാമാന്യമായ ടേസ്റ്റാണ് അച്ചാർ. എനിക്ക് ഇഷ്ടമെന്ന് പറഞ്ഞാൽ ഒത്തിരി കൂട്ടത്തില്ല, പക്ഷെ ഇഷ്ടമാണ്. അപ്പം ഞാനിങ്ങനെ ഈന്തപ്പഴമൊക്കെ ഞാനിങ്ങനെ ഉണ്ടാക്കും കേട്ടോ, നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിള്ളേരൊക്കെ പഠിക്കാനൊക്കെ പുറത്തോട്ട് പോകുന്നവരോ അല്ല കൊച്ചു പിള്ളേരൊക്കെ ഇതിനധികം അച്ചാർ പൊടിയുടെ ഒന്നും ആവശ്യമില്ല, അല്ലാതെ തന്നെ എല്ലാവരും നന്നായിട്ട് ഉണ്ടാക്കി നോക്കുക. അപ്പം ഇനി അടുത്ത വീഡിയോ കാണാം കേട്ടോ. ബൈ.